പിന്നെ എല്ലാത്തിനും വെൽഡിങ്ങും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൂസ് പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നല്ലൊരു സാലറി ഏൺ ചെയ്യാൻ വേണ്ടുന്ന ജോബിനെ കുറിച്ചാണ്. ആ ജോബിൻ്റെ പേരാണ് വെൽഡിംഗ് ജോബ്. നാട്ടിലായാലും ഗൾഫിലായാലും നല്ലതുപോലെ സാലറി ഏൺ ചെയ്യാൻ പറ്റിയ ജോബാണ് വെൽഡിംഗ് ജോബ്. ഞാൻ ഈ ചേഞ്ചിങ് റൂമിൽ എന്തിനാണ് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരും, പുള്ളിക്ക് ഇന്ന് ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട് 9 മണി വരെ. അത് കഴിഞ്ഞ് വരും. പുള്ളി ഇവിടെ ഒരു അരാംകോ അപ്രോഡ് വെൽഡറാണ്. അപ്പം നമുക്ക് എന്നെക്കഞ്ഞ് കൂടുതൽ വെൽഡിങ്ങിനെ കുറിച്ച് പുള്ളിക്കറിയാമല്ലോ. അത് കാരണം പുള്ളി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് വെൽഡിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തോടെ തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾ വന്നിട്ടുണ്ട്. ജോബിൻ എന്നാണ് പേര്. പുള്ളിയുടെ ഹെൽമെറ്റും ഗ്ലൗസും ഒക്കെ റാക്കി വെക്കുകയാണ്. ജോബിനെ കൊണ്ട് നോക്കിയേ. ഇതാണ് ഞാൻ പറഞ്ഞത് ജോബിൻ. ഓക്കെ, നമുക്ക് ഈ വെൽഡിംഗ് പരമായ കാര്യങ്ങളൊക്കെ ജോബിനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ജോബിന് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ പറയാമോ? എന്താ പേര്, എവിടെയാണ് വീട്, എന്താ പഠിച്ചത്, എന്താ എഡ്യൂക്കേഷൻ എന്നൊക്കെ? പേര് ജോബിൻ എന്നാണ്. പത്തനംതിട്ടയാണ് വീട്. പത്തനംതിട്ട എലന്തൂരാണ്. ക്വാളിഫിക്കേഷൻ +2 ആണ്. +2 വരെ പഠിച്ചിട്ടുണ്ടല്ലേ? +2 വരെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ജോബിന് ഇപ്പോൾ ഈ വെൽഡിങ്ങിലേക്ക് വരാൻ പറ്റിയ സാഹചര്യം എങ്ങനെയാണ്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിക്കൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പം പേപ്പറിൽ ഇങ്ങനെ കണ്ട് എക്സ്ട്രാ വെൽഡിങ്ങിൻ്റെ കോഴ്സ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അപ്പം അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി അപ്പോൾ ഇതിന് താല്പര്യം കാണിച്ച് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ പത്തനംതിട്ട തന്നെ കുറേ ഇടത്തുണ്ടായിരുന്നു ഇതിൻ്റെ കോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിടത്ത് ജോയിൻ ചെയ്ത് 6 മാസത്തെ കോഴ്സായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് നാട്ടിൽ കുറേ വെൽഡിങ്ങിൻ്റെ ജോബ് വേണ്ടി തിരഞ്ഞു. അങ്ങനെ പേപ്പറിൽ കണ്ട് മംഗലാപുരത്ത് പോയി. മംഗലാപുരത്താണ് ആദ്യം വർക്ക് ചെയ്യുന്നത്? അതെ, മംഗലാപുരത്താണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. അത് വെൽഡറായിട്ട് കിട്ടിയിട്ടില്ല, ഹെൽപ്പറായിട്ടാണ് പോയത്. വെൽഡറുടെ ഹെൽപ്പറായിട്ട്. അപ്പം പിന്നെ ആദ്യം വെൽഡിങ് പഠിച്ചിട്ട് ആദ്യം നിങ്ങളുടെ എല്ലാം ഒന്ന് കേൾക്കണം കേട്ടോ. ആദ്യം ഇദ്ദേഹം വെൽഡിങ് പഠിച്ചിട്ട് ആദ്യം ഒരു വെൽഡറുടെ ഹെൽപ്പറായിട്ടാണ് പോയത്, വെൽഡറായിട്ടല്ല പോയത്. ഓക്കെ, മംഗലാപുരത്ത് എത്ര നാൾ വർക്ക് ചെയ്തു? അതൊരു 6-7 മാസം. 7 മാസം വർക്ക് ചെയ്ത്. അവിടെ നിന്നാണ് ഞാൻ വെൽഡിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും കൈ തെളിയുകയും ഒക്കെ ചെയ്തത്. അതുപോലെ എങ്ങനെയായിരുന്നു ഒരു വെൽഡറായിട്ടുള്ളൊരു തുടക്കം? എങ്ങനെയായിരുന്നു ഈ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്? അത് ഞാൻ മംഗലാപുരത്ത് പവർ പ്ലാന്റിലായിരുന്നു ജോലി ചെയ്തത്. അതൊരു 6-7 മാസത്തോളം ജോലി ചെയ്ത്. അത് ഒരു വെൽഡറെ ഹെൽപ്പറായിട്ടാണ് ജോലി ചെയ്തത്. അവിടുന്ന് നമ്മൾ പണി പഠിച്ചു, വെൽഡിങ് നല്ല രീതിയിൽ പഠിച്ചു. എന്നിട്ട് പക്ഷേ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ വെൽഡിങ്ങിൻ്റെ ജോബുകൾ അടിച്ചു തുടങ്ങി. ആദ്യം ടാക്ക വെൽഡറായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ജോബ് അടിച്ചു തുടങ്ങി. ജോബ് ഫോർമാൻ തന്നു തുടങ്ങി. അങ്ങനെ കൂടുതൽ വെൽഡിങ് സ്ട്രെച്ചറിലാണ് ആദ്യം ചെയ്യാൻ തുടങ്ങി. സ്ട്രെച്ചർ വെൽഡറായിട്ടാണ്. അതിനുശേഷം ഞാൻ അബുദാബിക്ക് പോയി. അബുദാബിയിൽ ഒരു പേപ്പറിൽ തന്നെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് പോയതാണ്. അവിടെയും ഹെൽപ്പറായിട്ടാണ് പോയത്. അത് ഗ്രൈൻഡറായിട്ടാണ്. അവിടെ ചെന്ന ശേഷം വെൽഡറുടെ കൂടെ തന്നെ നമുക്ക് വെൽഡിങ്ങിൽ ആ താല്പര്യം എന്ന് അറിഞ്ഞതുകൊണ്ട് വെൽഡറുടെ കൂടെ തന്നെ എന്നെ വിട്ട് അങ്ങനെ വെൽഡിങ്ങിൻ്റെ കൂടെ തന്നെ നിന്ന് ഗൾഫിലെ പണി കൂടുതൽ പഠിച്ച് വെൽഡിങ്ങിനെ കുറിച്ച്. അത് ഇച്ചിരി ക്വാളിറ്റി ജോബുകളാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടിൽ കൂടുതൽ ക്വാളിറ്റി ഉണ്ട്. നാട്ടിലെ സാധാ രീതിയിലുള്ളതല്ല. അപ്പോൾ ഗൾഫിൽ ചെന്നപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ സേഫ്റ്റിയും കൂടി, വെൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയും കൂടി. അങ്ങനെ എനിക്ക് ഫോർമാനാണ് എനിക്ക് ആദ്യമായിട്ട് ടെസ്റ്റ് തരുന്നത്, വെൽഡിങ് ടെസ്റ്റ് തരുന്നത്. 3Gയിലാണ് ടെസ്റ്റ് തന്നത്, പ്ലേറ്റിൽ. അപ്പം ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോ. ആദ്യം പുള്ളി വെൽഡിങ് പഠിച്ചിട്ട് ആദ്യം ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഗൾഫിൽ പോയിട്ട് പുള്ളി ഗ്രൈൻഡറായിട്ടാണ് ആദ്യം പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം വെൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. ആദ്യം ആ പുള്ളി ഗ്രൈൻഡറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ വെൽഡിങ് താല്പര്യം, വെൽഡിങ്ങിൻ്റെ കോഴ്സൊക്കെ പഠിച്ച കാരണം അവിടെ ഒരാളുടെ വെൽഡറെ ഹെൽപ്പറായിട്ട് ഇട്ടു. അങ്ങനെയാണ് അവിടുന്നാണ് കയറി ഇങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ചെറുതിൽ നിന്നാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഇപ്പം എനിക്ക് മറ്റൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഞാൻ വീട്ടിൽ ഇരിക്കുക, ജോബില്ല. നമുക്ക് ആരും ജോബ് കൊണ്ട് വീട്ടിൽ കൊണ്ട് തരത്തില്ല. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ജോബിനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പം ഗ്രൈൻഡറായിട്ട് പോയി, പിന്നെയാണ് വെൽഡറായിട്ട് പോയി ടാക്ക വെൽഡറായിട്ട് മാറി. പുള്ളി അരാംകോ അപ്രോഡ് വെൽഡറാണ് സൗദിയിൽ, അത് ഓഫ് ഷോറിൽ. ഓക്കെ, ഞാൻ അബുദാബി വെച്ചാണ് ആദ്യമായിട്ട് ടെസ്റ്റ് അടിക്കുന്നത്. അത് 3Gയിലായിരുന്നു അടിച്ചത്.
നമ്മൾ ടെസ്റ്റ് അടിച്ച് പീസ് RT എടുക്കും. RT എടുത്തു കഴിഞ്ഞ ശേഷം അത് പാസ്സായ ശേഷമാണ് നമ്മൾ അത് നമ്മുടെ പീസ് പാസ്സാകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വെൽഡറുടെ ID കാർഡ് കിട്ടും, റണ്ണിങ് കാർഡ് കിട്ടും. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാം, എന്ത് ഈ RT എന്ന് വെച്ച് കഴിഞ്ഞാൽ? RT നമ്മുടെ പീസ് നമ്മൾ അടിച്ച ടെസ്റ്റ് പീസ് എന്തെങ്കിലും ക്രാക്ക്, പോറോസിറ്റി, അതേപോലെ ഉള്ളിൽ എന്തെങ്കിലും സ്ലാഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയുകയും നമ്മുടെ പീസ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ് RT പാസ്സായാൽ മാത്രമേ വെൽഡിങ് നമ്മുടെ കാർഡ് കിട്ടുള്ളൂ, റണ്ണിങ് കാർഡ്. ഈ റണ്ണിങ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇത് ടെസ്റ്റ് പാസ്സാക്കി മാത്രമേ റണ്ണിങ് കാർഡ് കിട്ടുള്ളൂ. അതിന്റെ കാലാവധി എത്രയാണ് ഈ റണ്ണിങ് കാർഡിന്റെ? അതിന്റെ കാലാവധി 6 മാസമാണ്. 6 മാസം നമ്മൾ കണ്ടിന്യൂ വെൽഡിങ് ആ കമ്പനി തന്നെ വെൽഡിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആയിക്കൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷെ അത് 6 മാസത്തിനുള്ളിൽ അത് ക്യാൻസൽ ആവുകയും ചെയ്യും, നമ്മുടെ എക്സ്പയർ ആകും അല്ലേ? ഓക്കെ. അപ്പോൾ അബുദാബിയിലാണ് ഒരു ക്വാളിഫൈഡ് വെൽഡർ ആയത് അല്ലേ? അപ്പോൾ ഈ അബുദാബി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏത് കണ്ടിട്ടാണ് പോയത്? അതിനുശേഷം ഞാൻ ഖത്തറിലാണ് പോയത്. പക്ഷേ അബുദാബിയിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്ന് ഒരു 6 മാസത്തോളം ഞാൻ ജോബ് അന്വേഷിച്ചുകൊണ്ട് നിന്ന്. അപ്പോൾ പേപ്പറിലൊക്കെ നോക്കി, അങ്ങനെ പേപ്പറിൽ കണ്ട് ഖത്തറിലേക്ക് ഒരു വേക്കൻസി കണ്ട് അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ വെൽഡറുടെ സാലറിയിൽ ആദ്യമായിട്ട് ഖത്തറിലാണ് പോകുന്നത്. വെൽഡറുടെ സാലറിയിൽ അബുദാബിയിൽ നിന്നെന്ന് വെച്ചാൽ ഹെൽപ്പർ സാലറി പക്ഷെ വെൽഡിങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ടാക്ക വെൽഡർ ആയിരുന്നു. അങ്ങനെ അബുദാബിയിലേക്ക് സ്ട്രെച്ചർ വെൽഡറായിട്ടാണ് ഞാൻ പോകുന്നത് ആദ്യമായിട്ട്, സ്ട്രെച്ചർ വെൽഡറായിട്ട്. അവിടെ അപ്പോൾ ഇന്റർവ്യൂവിന് പോയിട്ട് ഈ നാട്ടിൽ ടെസ്റ്റ് അടിച്ചിട്ടാണോ പോയത്? അതെ, നാട്ടിലും ടെസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതും 3G പ്ലേറ്റിലാണ്. ഖത്തറിൽ എത്ര വർഷം വർക്ക് ചെയ്ത്? ഖത്തറിൽ ഞാൻ 8 വർഷത്തോളം വർക്ക് ചെയ്തു. 8 വർഷം വർക്ക് ചെയ്തല്ലേ? ഓക്കെ. അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. വർക്ക്ഷോപ്പിലായിരുന്നു ഒരു 2 വർഷം. പിന്നീട് സൈറ്റിൽ ഒരു 3 വർഷത്തോളം സൈറ്റിൽ വർക്ക് ചെയ്ത്, അങ്ങനെ ഇടയ്ക്ക് സൈറ്റിലും വർക്ക്ഷോപ്പിലുമായിട്ട് മാറിയായിരുന്നു. സ്ട്രക്ചർ വെൽഡറായിട്ട്. ഓക്കെ. ഖത്തറിൽ 8 വർഷം വർക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് വർക്ക് ചെയ്യാൻ പോയത്? അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്, നമ്മുടെ സൗദിയിലോട്ട് വന്നത്. 6ാമത്തെ ഓഫീസിൽ സിജിആർ വെൽഡറായിട്ടാണ് വന്നത്. അവിടെ സ്ട്രെച്ചർ വെൽഡറായിരുന്നു, ഇവിടെ ഇപ്പോൾ സിജിആർ വെൽഡറാണ്. ഇപ്പോൾ അരാംകോ അപ്പോഴും വെൽഡറാണ്, ഓഫ്ഷോറിൽ സിജിആറിലാണ് വെൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഓഫ്ഷോർ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഓഫ്ഷോർ വരുന്നത്? ആദ്യമായിട്ടാണ് ഓഫ്ഷോർ വരുന്നത്, ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല. ആദ്യം ഇച്ചിരി പാടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതെല്ലാം നേരെയായിട്ടുണ്ട്. ഇച്ചിരി വെള്ളമായതുകൊണ്ട് ഇച്ചിരി ആദ്യമൊക്കെ ഇച്ചിരി പേടി ഉണ്ടായിരുന്നല്ലേ? പേടിയെ ഇപ്പം അതൊക്കെ മാറിയല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എത്തരം വെൽഡിംഗ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ജോലി തന്നെ ചോദിക്കാം, എത്തരം വെൽഡിംഗ് ഉണ്ട്? വെൽഡിങ് ഒരുപാട് തരമുണ്ട്. ബേസിക്കായിട്ട് ടിഗ്, മിഗ്, ആർക്ക്, ഈ 3 വെൽഡിംഗ് ആണ് ബേസിക് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഓയിൽ ആൻഡ് ഗ്യാസിൽ മെയിനായിട്ട് വരുന്നത് 2 തരം വെൽഡിംഗ് ആണ്, ആർക്കും ഗ്യാസ് വെൽഡിങ്ങുമാണ്. ആർക്ക് വെൽഡിംഗ് ആകുമ്പം കൂടുതലും ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ GTAW ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിന് SMAW. ഈ 3 തരം വെൽഡിംഗ് ആണ് പറഞ്ഞാൽ ഏതായിട്ടും വലിയ ടഫായിട്ട് പ്രയാസകരമായ വെൽഡിംഗ് ഏതാണ് ഇതിനകത്ത്? വെൽഡിങ് 3ഉം ടഫ് തന്നെ, പക്ഷേ ഇച്ചിരി കൂടെ കൂടുതൽ ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ് അല്ലേ? നമ്മൾ ഒരു കൈ കൊണ്ട് ടോർച്ചും കൊടുക്കണം, മറ്റൊരു കൈ കൊണ്ട് ഫില്ലറും കൊടുക്കണം. 2 കൈ ഒരുപോലെ പ്രവർത്തിക്കണം. അതാണ് ഇച്ചിരിയുടെ പ്രയാസമായിട്ട് തോന്നുന്നത്. പിന്നെ എല്ലാത്തരം വെൽഡിംഗും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? എല്ലാം ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓരോ പടിപടിയായിട്ട് ആർക്ക് വെൽഡിങ്ങിലെ തുടക്കം, അതിന് ശേഷം നമ്മൾ ആർഗിലോട്ട് കയറും, പിന്നെ അതിന് ശേഷമാണ് അതിൻ്റെ പടിപടിയായിട്ട് കയറി വരുന്നതല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ. ആദ്യം അബുദാബിയിൽ പോയെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ആദ്യം ഗൾഫിൽ വന്നപ്പം ഏജൻസിക്ക് പൈസ കൊടുത്തു അങ്ങനെയല്ലാണോ പോയത്? അതെ, പൈസ കൊടുത്തു. നമ്മുടെ ഒരു സർവീസ് ചാർജ് ഉണ്ട്, അത് കൊടുത്തിട്ടാണ്. 2 പോയപ്പോഴും, അബുദാബി പോയപ്പോഴും ഖത്തറിൽ പോയപ്പോഴും ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ സർവീസ് ചാർജ് കൊടുത്തിട്ടാണ് പോയല്ലേ? ഒരു 25-30 കൊടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ഒരു വെൽഡറുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന് നമുക്ക് നല്ലൊരു CV വേണം. ഇൻ്റർവ്യൂവിൽ നമ്മുടെ ബയോഡാറ്റ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ടെസ്റ്റ് തരും. ടെസ്റ്റാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വെൽഡർക്ക് എപ്പോഴും ടെസ്റ്റ് കാണും.
ടെസ്റ്റിലൂടെ അവർ നമ്മളെ തിരഞ്ഞെടുക്കത്തുള്ളൂ. അത് സി വി കണ്ട് ഓൾറെഡി സെലക്ഷനാകും. പക്ഷേ വെൽഡിങ് നമ്മൾ ടെസ്റ്റ് അടിക്കണം. ടെസ്റ്റ് അടിച്ച് പാസ്സായാൽ മാത്രമേ നമ്മൾ ജോലിക്ക് അവരെടുക്കും. അപ്പോൾ ടെസ്റ്റ് അടിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ ഡ്രസ്സുകളൊക്കെ കവറോൾ അങ്ങനെ കൊണ്ടുപോകണം? അങ്ങനെ കവറോൾ കൊണ്ടുപോകണം, ഷൂ കൊണ്ടുപോകണം. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മുടെ ഇൻഡോറിൽ നടക്കുന്നിടത്തുനിന്ന് കിട്ടും അല്ലേ? കവറോള്, ഷൂ അത് അത്യാവശ്യം കൊണ്ടുവരേണ്ടി വരും. ഓക്കെ. ഇപ്പം സൗദി ഓഫ്ഷോറിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞില്ലേ? ഇപ്പൊ ഈ സൗദി ഓഫ്ഷോറിൽ ഇപ്പൊ ഏത് തരം വെൽഡിംഗാണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഷിജിആറാണ് ഇപ്പോൾ ഇവിടെ. ഷിജിആർ. ഓക്കെ. എന്താ ഷിജിആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഷിജിആർ നമ്മൾ പൈപ്പ് ജോയിന്റ് ആണ്. അത് പൈപ്പിന്റെ ഒരു ഭാഗം ലെവലും മറ്റു ഭാഗം ലെവലില്ലാതെയും വരും, ഫ്ലാറ്റ് ലെവലില്ലാതെയും വരും. അപ്പോൾ ആ ജോയിന്റ് വരുന്നത്, അങ്ങനെ വരുന്ന ഏത് ജോയിന്റും ഷിജിആർ ജോയിന്റ്. ഒരു ഭാഗം ലെവലും ഒരു ഭാഗം ലെവലില്ലാതെ. അത് ഏത് പൊസിഷനിൽ നിന്നാലും അത് ഷിജിആർ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പം ടോട്ടൽ 10 വർഷം എക്സ്പീരിയൻസ് ആയില്ലേ ഗൾഫിലൊക്കെ? അപ്പോൾ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ഗൾഫിലെ വെൽഡിങ്ങും നാട്ടിലെ വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഗൾഫിലെ ഇച്ചിരി ക്വാളിറ്റി കൂടിയ വെൽഡിങ് ആയിരിക്കും. അതേപോലെ റാഡ് ചൂടാക്കി മാത്രമേ വെൽഡ് ചെയ്യാൻ പാടുള്ളൂ. നാട്ടിൽ പക്ഷേ ആ രീതിയിലൊന്നുമല്ല. ഇവിടെ റാഡ് 65 ഡിഗ്രിയിൽ മേളി ചൂട് വേണം റാഡിന്. എല്ലാം ക്വാളിറ്റി ജോബുകളായിരിക്കും. പിന്നെ ക്വാളിറ്റി റാഡായിരിക്കും. 7018 അങ്ങനെയുള്ള റാഡുകളാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിൽ പക്ഷേ നമ്മൾ സാധാ ലോക്കൽ റാഡുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് ചൂടാക്കുകയൊന്നും അങ്ങനെ വേണ്ട, ലോക്കൽ ഇതാണ്. അതുപോലെ ഇവിടെ ആർട്ടി എടുക്കുമല്ലോ, ഒരു ജോയിന്റിനും അത് ആർട്ടി എടുത്ത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് മാത്രമേ അവർ അപ്രൂവ്ഡ് ആവുള്ളൂ അല്ലേ? ഓക്കെ. ഇപ്പം പലരും നാട്ടിലായാലും ജോലിയൊന്നുമില്ലാതെ അലയുന്നുണ്ട്. പലർക്കും ജോലിയില്ല. എനിക്കും കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു ജോലി മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ തുടക്കക്കാരന് വെച്ചാൽ ഒരു ബിഗിനർക്ക് ഏത് വെൽഡിങ് പഠിച്ച് വരുന്നതാണ് ഏറ്റവും നല്ലത്? എനിക്ക് തോന്നുന്നത് ആർക്ക് വെൽഡിങ് പഠിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് കൂടുതൽ വേക്കൻസി കൂടുതൽ ആർക്കിനാണ്, ഗ്യാസ് വെൽഡിങ്ങിനാണ്. അതിൻ്റെയും നാട്ടിലുണ്ട് ഇപ്പം കോഴ്സുകൾ കൂടുതലുണ്ട്. ആർക്ക് വെൽഡിങ് പഠിച്ച് പടിപടിയായിട്ട് കയറി വരാം. വെൽഡിങ്ങിലാണ് തുടക്കം നമ്മുടെ കൈ തെളിയാൻ. അതിനുശേഷം ഗ്യാസ് വെൽഡിലോട്ട് കിടന്നാലും മതിയല്ലേ? അതാണ് ഒരു തുടക്കക്കാരന് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് അല്ലേ? ഒരു ആർക്ക് വെൽഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വെൽഡറായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി പറ്റാം. ആദ്യം വെൽഡർ അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട് കയറിയാലും അവിടെ നിങ്ങൾക്ക് പടി പഠിക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് വേണ്ടി ഇത്ര നേരം സ്പെൻഡ് ചെയ്ത ജോബിന് ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ജോബിൻ എന്ന് വെച്ചാൽ രാവിലെ പകൽ മുഴുവൻ ഡ്യൂട്ടി ചെയ്തിട്ടാണ് വന്നിട്ട് എനിക്ക് വേണ്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിന് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജോബിന് എന്തെങ്കിലും പറയാനുണ്ട്? ജോബിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള വീഡിയോയിൽ വരുന്നത് തന്നെ. അത് എനിക്ക് ഇത്രയും ആധികാരമായിട്ട് പറയാനോ സംസാരിക്കാനോ അറിയില്ല. പിന്നെ പറഞ്ഞതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. അപ്പം അത്ര ഇതായിട്ട് പറയാനും അറിയില്ല. അത് കുഴപ്പമൊന്നുമില്ല, എല്ലാം നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.